നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ഈ ഗൗതം പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. ഇത് വളരെ മോശമാണ് CKC. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിടയിലേക്ക് പ്രണവിനെ വലിച്ചിടരുത്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്നിട്ടാണോ നിങ്ങളുടെ ആളാണെന്നും എന്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഡോക്യുമെന്റ്സ് തിരികെ തന്നാൽ മാത്രമേ പ്രണവിനെ വിടൂവെന്നും ഭീഷണിപ്പെടുത്തിയത്? ഡോക്യുമെന്റ്സ് തിരികെ കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയെന്നോ അവന്മാര് പറയുന്നത്? സർ, ഇയാൾ കള്ളം പറയുക. CKC വേണ്ട, എനിക്ക് ഇത്ര ഇടപാടുകൾക്ക് കൂടുതൽ നിൽക്കാനാവില്ല. നടപടി എടുക്കും ഞാൻ. സർ, സത്യമാണ് ഞാൻ പറയുന്നത്. പ്രണവിന്റെ കാര്യത്തിൽ എനിക്കൊന്നും അറിയില്ല. ദേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്താൽ നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് തിരികെ തരുമല്ലേ? എന്ത് വേണമെങ്കിലും തിരികെ തന്നേക്കാം. പ്രണവിന് ഒരു പോറല് പോലും ഏൽക്കാതെ ഞങ്ങൾക്ക് തിരികെ വേണം. ഞാൻ എന്തൊരു മണ്ടനാ. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയിരുന്നുവെങ്കിൽ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ അവനെ തട്ടിക്കൊണ്ടു വന്നേനെ. എനിക്കൊരു ചാൻസാ. ഇപ്പൊ കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും പ്രണവ് ജീവനോടെ രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ ഞാൻ അവനെ തട്ടിക്കൊണ്ടു വന്നോളാം. അപ്പോൾ ആ ഡോക്യുമെന്റ്സുമായിട്ട് വന്നാൽ ഞാൻ അവനെ വിട്ടുതരാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സർ, ഇപ്പൊ ഞാൻ പോയിക്കോട്ടെ. സർ, ഇയാളെ വിടരുത്. ഇയാൾ തന്നെയാണ് പ്രണവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഗൗതം, അയാളെ വിട്ടേക്ക്. അയാൾ പോട്ടെ. ഇരിക്കും ഗൗതം. നോക്ക് ഗൗതം, ഈ വിഷയത്തിൽ CKCക്ക് എന്തെങ്കിലും കൈയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ ആരെയും സംശയമുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ? ഗൗതം, എന്താ ഇത്? അവന്മാര് പറയുന്നു CKCയുടെ ആളാണെന്ന്. CKC ആണെങ്കിൽ ഒന്നും അറിയില്ല എന്നും പറയുന്നു. ഇതെന്താ ഇങ്ങനെ? ഇതിൽ വേറെന്തോ കളിയുണ്ടെന്ന് എന്റെ സംശയം. എന്താ സർ? നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കെ. എന്തായാലും നിങ്ങൾ അവരുമായി ഡീല് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മറ്റൊരു വഴിക്ക് രഹസ്യമായ ഒരു അന്വേഷണം നടത്താം. നിങ്ങൾ അവന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ശരി സർ. വാ ഗൗതം, നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി നോക്കാം. ശരി സർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. CKC ആയിരിക്കില്ല പ്രണവിനെ പിടിച്ചോണ്ട് പോയതെന്ന് മഹേഷ് സാർ തീർത്തും പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് ചെയ്തത് ആരായിരിക്കും ഗൗതം? CKC അല്ല അത് ചെയ്തതെങ്കിൽ പിടിച്ചോണ്ട് പോയന്മാര് പിന്നെ എന്തിനാ CKCക്ക് എതിരായിട്ടുള്ള ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത്? അത് തന്നെയാണ് എന്റെയും സംശയം. വേറെ ആരെങ്കിലും ആണ് പിടിച്ചോണ്ട് പോയതെങ്കിൽ CKCയുടെ പേര് പറഞ്ഞ് എന്തിനു ഭീഷണിപ്പെടുത്തണം? ഇനിയിപ്പോ നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോയി കൊടുത്തു എന്ന് തന്നെ കരുതിക്കും. അതുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? ഈ പ്രശ്നത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നിനും ഉത്തരവുമില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ ഗൗതം? ഈ ഡോക്യുമെന്റ്സുമായിട്ട് എന്തായാലും അവര് പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് ചെല്ലാം. അപ്പോ എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. നീ വസുന്ധരാമെന്ന് വിളിക്ക്. എന്നിട്ട് അവന്മാരുടെ നമ്പർ വാങ്ങിക്ക. ആന്റി, നിധിയെ വിളിക്കുന്നേ. നീ ഫോൺ എടുത്തിട്ട് അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ അവളോട് സംസാരിക്കുന്ന? കട്ട് ചെയ്തേക്കാം. എന്തിനാ ശിവാനി നീ കട്ട് ചെയ്തത്? എന്താ എടുത്തില്ലേ? ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ ഗൗതം. കട്ട് ചെയ്ത് കളഞ്ഞത്? അപ്പൊ ഇതിലെന്തൊക്കെയോ കുഴഞ്ഞു മറയുന്നുണ്ട്. നിഖിലേ, പറ. ചേച്ചി, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, കിട്ടുന്നേ ഇല്ലല്ലോ. എന്താടാ, നീ കാര്യം പറ. അമ്മയെ ഡിസ്ചാർജ് ചെയ്തു. എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക. ബില്ലടച്ച അപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞു. ഞാനിപ്പോ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോടാ? ഒരു അത്യാവശ്യ കാര്യമായിട്ട് നിൽക്കുകയായിരുന്നു.
ചേച്ചി വന്നില്ലെങ്കിൽ വരുന്നവരെ ഞങ്ങളിവിടെ ഇരിക്കേണ്ടി വരും. ബില്ലടച്ചിട്ടില്ല ചേച്ചി. ആണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു പറ്റി? ആരാ വിളിക്കുന്നേ? അത് ആശുപത്രിയിൽ നിന്ന് നിൽക്കില്ല. അമ്മയെ ഡിസ്ചാർജ് ചെയ്തെന്ന് എന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുവോ? അതിനെന്താ, നീ പോയിട്ടോ. ഇവിടെ നിന്നൊരു ഓട്ടോ എടുത്തങ്ങ് പോയിക്കോ. ഇപ്പോ ഞാൻ പോയാൽ എങ്ങനെയാ ഗൗതം? നമുക്കേ അവന് പണം ഇട്ട് കൊടുക്കാം. നിഖിൽ തന്നെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോട്ടെ. അത് ശരിയല്ല നിധി. നീ തന്നെ ചെന്ന് അതൊക്കെ ചെയ്യണം. പണം ഇട്ട് കൊടുത്തിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാ. പ്രണവിനെ കാണാത്ത ഈ അവസ്ഥയില് ഞാൻ അമ്മയുടെ കാര്യം നോക്കിപ്പോയി എന്ന് പറയുന്നതും മോശമല്ലേ? ഒരു മോശവുമില്ല. ഇപ്പൊ അമ്മയുടെ കാര്യത്തിനാണ് പ്രാധാന്യം. എന്നാ പിന്നെ നീ ഇറങ്ങിക്കോ. ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തങ്ങ് പോയാൽ മതി. ആ ശരി. ആ നിഖിലേ, ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടോ. ശരി ചേച്ചി. ഗൗതം, പ്രണവിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയാ അപ്പൊ തന്നെ എന്നെ വിളിക്കണേ. ശരി, ഇറങ്ങിക്കോ. ഓട്ടോ നേരെ പോണേ. ഇനി എത്ര രൂപ കൂടി അടയ്ക്കണം മോനെ? അതൊന്നും അമ്മ അറിയണ്ട. ചേച്ചി ഇപ്പൊ ഇങ്ങെത്തും. ആ ചേച്ചി വന്നല്ലോ. അമ്മേ, ഡോക്ടർ എന്ത് പറഞ്ഞു? മെഡിസിൻസ് എഴുതി തന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്കപ്പിന് വരാൻ പറഞ്ഞു. എടാ, ബില്ല് കിട്ടിയോ? ഇങ്ങിതാ, ദാ. നീ ഇത് പിടിക്ക്. 2 ലക്ഷം രൂപയുണ്ട്. ആ ക്യാഷ് കിട്ടു ചേച്ചി. ഈ പണം കിട്ടില്ല എന്നുള്ള ടെൻഷനിലായിരുന്നു മോളെ ഇവൻ. ഇപ്പൊ അവന്റെ സന്തോഷം നോക്കി. നോക്കേ, പണം കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം മാത്രം പോരാ. ഏജൻസി എടുത്താ അതിന്റെ ഉത്തരവാദിത്തത്തോടെ ബിസിനസ് നടത്തുകയും വേണം. ചേച്ചി നോക്കിയോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ബിസിനസിനെ ഞാൻ വളർത്തും. അല്ല ചേച്ചി, ഗൗതമേനോട് ക്യാഷ് ചോദിക്കാൻ പറ്റിയായിരുന്നോ? ഇല്ലടാ, ഞാൻ ഈ ക്യാഷിന്റെ കാര്യമൊന്നും ഗൗതമിനോട് പറഞ്ഞിട്ടില്ല. ഇത് ഞാനായിട്ട് തന്നെ ഏർപ്പാടുണ്ടാക്കി എടുത്തതാ. അപ്പോ ഗൗതം ഈ 2 ലക്ഷം രൂപയുടെ കാര്യം അറിഞ്ഞില്ലേ? അതെന്താ മോളെ നീ പറയാഞ്ഞേ? പിന്നെ ഈ പണം എവിടുന്ന് കിട്ടി? അത് വീട്ടില് 100 പ്രശ്നങ്ങളാ അമ്മേ. അതിന്റെ കൂടെ ഇതുകൂടി ഞാൻ എങ്ങനെ പറയും? ഇപ്പൊ തന്നെ പ്രണവിനെ കാണാനില്ല എന്നൊരു ഇഷ്യൂ കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുക. പ്രണവിനെ കാണാനില്ലെന്നോ? എന്താ മോളെ നീ പറയുന്നേ? അതൊന്നും അറിയില്ല. എന്തായാലും പ്രണവിനെ കാണാനില്ല. ശിവാനിയാണെങ്കിൽ അത് വെച്ച് എന്നെയും ഗൗതമിനെയും ആ വീട്ടിലെല്ലാവരുടെയും ശത്രുക്കളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സത്യം എന്താണെന്ന് പ്രണവ് തിരികെ വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. അതിന്റെ ഇടയിലാണോ ചേച്ചി ഇങ്ങോട്ട് ഓടി വന്നേ? അതാ ഞാൻ വരുന്ന കാര്യത്തിൽ സംശയം പറഞ്ഞത്. ഗൗതം തന്നെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. എന്നാലും ഈ പൈസയുടെ കാര്യം നിനക്ക് ഗൗതമിനോട് പറയായിരുന്നു. പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേ, ഇനി ആര് ചോദിച്ചാലും ഞാനാ ഈ പണം തന്നേന്നൊന്നും ആരോടും പറയാൻ പോണ്ട. അമ്മാവനോട് പോലും പറയണ്ട. അമ്മാവനെ അറിയിക്കണ്ടേ? എടാ, നീ തൽക്കാലം ഈ പണം കൊണ്ടുപോയി ഏജൻസി തുടങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ അമ്മാവനോടും ഗൗതമിനോടും ഞാൻ പതുക്കെ പറഞ്ഞോളാം. ആ, ഞാൻ പോയിട്ടെ ബില്ലടച്ചിട്ട് വരാം. ഈ ഗൗതം നിധിക്ക് എന്താ ഇത്ര പണക്കൊതിയന്മാരായിപ്പോയത്? അവരാ ഡോക്യുമെന്റ്സ് ഇപ്പൊ തന്നിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രണവിനെ മോചിപ്പിക്കായിരുന്നു. നീ അത് വിട് ശിവാനി. എന്നിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്ക്. CKCയുടെ കാല് പിടിച്ചിട്ടായാലും നീ പ്രണവിനെ മോചിപ്പിക്കും എന്നല്ലേ പറഞ്ഞിരുന്നേ? നീ CKC വിളിക്ക്. നേരിട്ട് കാണാനുള്ള ഏർപ്പാടുണ്ടാക്ക്. ആ ശരി ആന്റി. ഈ CKC എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പ്രണവിനെ ഒന്ന് കൈ കിട്ടിക്കോട്ടെ. എന്ത് വേണോന്ന് എനിക്കറിയാം. ആന്റി, CKC ഞങ്ങൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പൊ
വെറുതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. മനഃപൂർവ്വം ഓഫ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്ശെ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ ഡോക്യുമെന്റ്സ് കൊടുക്കാതെ ഇനി ആ ഗുണ്ടകള് പ്രണവിനെ വിടില്ല ശിവാനി. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ആന്റി? വേറെ എന്ത് വഴി? ആ ഡോക്യുമെന്റ്സ് കിട്ടാതെ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ ഗുണ്ടകള് പറഞ്ഞ സമയപരിധി കഴിയാറുമായി. ഇനിയും CKC ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്, ആ ഗുണ്ടകളെ ആന്റി ഒന്ന് തിരിച്ചു വിളിക്ക്. അവന്മാരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? ആന്റി ഒന്ന് വിളിക്ക്. അവന്മാരെ വിളിച്ച ആദ്യം ചോദിക്കാൻ പോകുന്നത് ആ ഡോക്യുമെന്റ്സുമായിട്ട് എപ്പോ വരുമെന്നായിരിക്കും. എന്ത് മറുപടിയും നമ്മൾ പറയാനാ? മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ആന്റി അവന്മാരൊന്ന് വിളിച്ച് ഫോൺ സ്പീക്കറിലിട്ടെ. ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇപ്പൊ ചെയ്തതുപോലെ മണ്ടത്തരം കാണിക്കരുത്. ആന്റി ഒന്ന് വിളിക്ക ആന്റി. എന്തായി മാഡം, ആ ഡോക്യുമെന്റുമായി എപ്പോ എത്തും? ഞാൻ പറഞ്ഞ സമയം അറിയാലോ. ആ രേഖകൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് പ്രണവിനെ തിരികെ കൊണ്ടുപോകുന്നോ അതോ സമയപരിധി കഴിഞ്ഞു വന്ന് പ്രണവിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നോ? എന്താ തീരുമാനം? പ്ലീസ്, നിങ്ങൾ പ്രണവിനെ ഒന്നും ചെയ്യരുത്. എങ്കിൽ CKCയുടെ ആ ഡോക്യുമെന്റുമായിട്ട് വേഗം വരാൻ നോക്ക്. അത് ആ ഡോക്യുമെന്റ്സ് ആയിട്ട് ഞങ്ങള് ഓൾഡ് ഫോർട്ടിന്റെ അടുത്തുള്ള ആ പഴയ കല്യാണ മണ്ഡപമില്ലേ, അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നേക്ക. വെരി ഗുഡ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വഴിക്ക് തന്നെ എത്തി. ലൊക്കേഷൻ അയച്ചേക്കാം, വന്നിട്ട് വിളിച്ചാ മതി. ഓക്കെ, വരാം. അപ്പൊ മേഡം, ഞാൻ വീണ്ടും പറയാ, അതിബുദ്ധി കാണിക്കണ്ട. പോലീസിനെ എങ്ങാനോ അറിയിച്ചാൽ ഇവനെ അങ്ങ് തീർത്ത് കളയും ഞങ്ങള്, പറഞ്ഞേക്കാം. അയ്യോ ഇല്ല, അങ്ങനൊന്നും ചെയ്യില്ല. പ്രണവിനെ തിരിച്ചു കിട്ടിയാ മതി. ഓക്കെ, ലൊക്കേഷൻ ഇപ്പൊ ഫോണിലേക്ക് വരും. എന്താടി ഇത്? എന്ത് ധൈര്യത്തിലാ നീ ഡോക്യുമെന്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ? അതിന് നിന്റെ കയ്യിൽ എവിടെയാ ശിവാനി ഡോക്യുമെന്റ്സ്? ആന്റി ഒന്ന് സമാധാനപ്പെട്. അതിനൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.